ജപ്പാനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ, അത്രത്തോളം ഫേമസ് ആണ്. അപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഈ വേസ്റ്റ് എല്ലാം എങ്ങനെയാണ് നമ്മൾ കളയുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കാര്യം കേട്ടോ. പെത്ത ബോത്തിലോ എന്നാണ് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലിന് പറയുക. ഇതെങ്ങനെ കളയുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാവുമല്ലോ, ആ മുകളിലുള്ള പ്ലാസ്റ്റിക് റാപ്പും അതേപോലെ തന്നെ ക്യാപ്പും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടാൻ പറ്റും. ആൻഡ് ഈ ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് കളയുക. പിന്നെ ഈ ക്യാനും സെപ്പറേറ്റ് ആയിട്ടാണ് വേറൊരു ഇതിലാണ് കളയുന്നത്. അതേപോലെ തന്നെ അല്ലാണ്ട് നമ്മൾ ഈ എണ്ണ കൊണ്ടുവരുന്ന നമ്മുടെ നാട്ടിലത്തെ ക്യാന് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വേസ്റ്റിലാണ് നമ്മൾ കളയുന്നത്. ഇനി ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന ഗോമി ഉണ്ടല്ലോ, ഗോമി എന്ന് പറയുന്നത് വേസ്റ്റിനാണ് കേട്ടോ നമ്മൾ ജാപ്പനീസിൽ ഗൊമി എന്ന് പറയുന്നത്. ഈ ഒരു ഗൊമി എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണബിളും ഫുഡ് വേസ്റ്റും പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒരുമിച്ച് പോകും. അപ്പോൾ അത് ഒരു ദിവസമാണ് എനിക്കിവിടെ കളയേണ്ടത്. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ അത് 2 ദിവസത്തിലാണ് ഞാൻ കളയുന്നത്. അങ്ങനെ ഓരോ അപ്പാർട്ട്മെൻറ്റിനും ഓരോ ദിവസമൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടാവുക. അതേപോലെ ഓരോ വേസ്റ്റിനും ഓരോ ദിവസമാണ്.